ഡിയർ ലേണേഴ്സ്, ഏവർക്കും സ്വാഗതം. ഒപ്പം പഠിക്കാൻ റെഡിയല്ലേ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രേഡ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. ഈ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. Business is an economic activity which involves production, purchase and sale or exchange of goods and services on a regular basis with the object of earning profit. An economic activity which involves production and purchase and sale of goods. This production aspect is termed as industry and purchase and sale or distribution aspect is termed as commerce. So we can summarize, business is divided into two, industry and commerce. Industry handles the production of goods and commerce refers to the distribution of goods. We have discussed industry in detail. Today we have to see commerce. Commerce looks after the distribution aspect of business. Commerce facilitates the transfer of goods from producers to consumers. ഉൽപാദകരിൽ നിന്നും ഉപഭോക്താക്കളിലേക്ക് സാധനം എത്തിക്കുന്ന പ്രവർത്തനമാണ് കൊമേഴ്സ്, സാധനത്തിന്റെ വിതരണം. കൊമേഴ്സ് മീൻസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ ദി പ്രോസസ്സസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ ദ റിമൂവൽ ഓഫ് ഹിൻഡ്രൻസസ് ഇൻ മേക്കിംഗ് ദി എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പോസിബിൾ. അതായത് സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ നീക്കം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മൾ വാണിജ്യം അല്ലെങ്കിൽ കൊമേഴ്സ് എന്ന പദത്തിനുള്ളിൽ ഉൾപ്പെടുത്തുന്നു. ഒരു ഉൽപാദകൻ സാധനം നിർമ്മിക്കുന്നത് അവ വാങ്ങുന്നതിനാവശ്യമായ ഉപഭോക്താക്കളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ എപ്പോഴും ലക്ഷ്യം വയ്ക്കുന്നത് ലാർജ് സ്കെയിൽ സെയിൽസ് ആണ്. അപ്പോൾ താൻ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ മുഴുവൻ വിറ്റ് തീരണം. ഒരു പ്രൊഡ്യൂസർക്ക് തന്റെ സാധനങ്ങൾ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നതിന് വീട് വീടാന്തരം കയറി നടക്കാൻ സാധിക്കുമോ? ഇല്ല. പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ആർ സിറ്റുവേറ്റഡ് അറ്റ് ഡിഫറെന്റ് പ്ലേസസ്. So there are a number of hindrances or obstacles in the distribution of goods. So commerce facilitates the exchange of goods by overcoming the hindrances in the exchange. So we can say that commerce is the sum of trade and aids to trade. So two terms, trade and aids to trade. So the combination or the sum of trade as well as aids to trade can be termed as commerce. അപ്പോൾ കോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപാരവും വ്യാപാര അനുബന്ധ സേവനങ്ങളും ചേർന്നതാണ്. സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ ഉൽപാദകരിൽ നിന്നും ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന പ്രവൃത്തിയിൽ വരുന്ന തടസ്സങ്ങളെ നീക്കം ചെയ്യുക, അതാണ് കൊമേഴ്സ് ഫുൾഫിൽ ചെയ്യുന്നത്. സോ കൊമേഴ്സ് ഡിവൈഡഡ് ഇൻടു ടു, ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ്. ട്രേഡ് മീൻസ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് വിത്ത് പ്രോഫിറ്റ് മോട്ടീവ്. സാധനങ്ങളുടെ ക്രയവിക്രയം, വാങ്ങി വിൽക്കുക, ഇതിനാണ് നമ്മൾ ട്രേഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ട്രേഡേഴ്സ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് ദ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് അവൈലബിൾ ടു കൺസ്യൂമേഴ്സ് ഓർ യൂസേഴ്സ്. ട്രേഡർ എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർമീഡിയറിയാണ്. പ്രൊഡ്യൂസറെയും കൺസ്യൂമറെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് ട്രേഡർ. ഒരു ഉൽപാദകന് തന്റെ വസ്തുക്കൾ വാങ്ങുന്ന ഉപഭോക്താവിനെ തേടിപ്പോകാൻ സാധിക്കുമോ? അതുപോലെ തന്നെ
ഒരു ഉപഭോക്താവിന് തനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എവിടെയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ പോയി നേരിട്ട് വാങ്ങുക പലപ്പോഴും പ്രയാസമാണ്. സോ ദർ ഷുഡ് ബി ആൻ ഇന്റർമീഡിയറി connecting both the producer and consumer. Such an intermediary is termed as a trader. Then what is aids to trade? Aids means help. Activities which are meant for assisting trade are known as aids or auxiliaries to trade. ട്രേഡിനെ സഹായിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മൾ ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് വിളിക്കുന്നു. ദിസ് ആക്ടിവിറ്റീസ് ആർ ജനറലി റെഫേർഡ് ടു ആസ് സർവീസസ്. ഈ ഓക്സിലറീസ് ടു ട്രേഡിനെയാണ് നമ്മൾ ബിസിനസ് സർവീസ് എന്ന ഹെഡിൽ ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നത്. സോ വ്യാപാരത്തെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളെയാണ് ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് വിളിക്കുന്നത്. ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, അഡ്വർടൈസിംഗ് മുതലായവയെല്ലാം എയ്ഡ്സ് ടു ട്രേഡ് ആണ്. ഈ എയ്ഡ്സ് ടു ട്രേഡിനെ സംബന്ധിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നാം പരിഗണിക്കുന്നത് ട്രേഡ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ്. സോ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഈസ് ടേംഡ് ആസ് ട്രേഡ്. ഇൻ ദി ആബ്സെൻസ് ഓഫ് ട്രേഡ് it would not be possible to undertake production activities on a large scale. വലിയ തോതിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം അവ മുഴുവൻ വിറ്റ് തീരണം. സാധനങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി ഒരു ഉൽപാദകന് തന്റെ ഉപഭോക്താവിനെ തേടിപ്പോകുക പ്രായോഗികമല്ല. സോ ഉൽപാദകൻ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവകകൾ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നതിനുള്ള മാർഗം എന്ന് പറയുന്നത് ട്രേഡേഴ്സിനെ ആശ്രയിക്കുക എന്നതാണ്. So traders act as a connecting link between the producers and consumers. ഉൽപാദകനെയും ഉപഭോക്താവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് ട്രേഡർ. നമുക്കറിയാം ബിസിനസ്സിൽ ധാരാളം ഒബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ ഹിൻഡ്രൻസ് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിൻഡ്രൻസ് ആണ് ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ. That means the producer and consumer may not know each other. ആരാണ് ഒരു വസ്തു നിർമ്മിക്കുന്നത്, ആരാണ് അതിന്റെ ആവശ്യക്കാർ, ഉപഭോക്താക്കൾ ആരാണ് എന്ന് പരസ്പരം അറിയുന്നില്ല. So there should be a person who knows or who connects producer with the consumer. Such an intermediary is termed as trader. അപ്പോൾ ഒരു ഉൽപാദകനെയും ഉപഭോക്താവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രവർത്തിക്കുന്നത് ട്രേഡേഴ്സ് ആണ്. സോ ട്രേഡ് എന്ന് പറഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ വാങ്ങുക വിൽക്കുക, അതിനാണ് നമ്മൾ ട്രേഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ട്രേഡ് മേ ബി ഇന്റേണൽ ട്രേഡ് ഓർ എക്സ്റ്റേണൽ ട്രേഡ്. ദാറ്റ് ഈസ് ഓൺ ജിയോഗ്രഫിക്കൽ ബേസിസ്. Trade may be divided into two, internal or ആഭ്യന്തര വ്യാപാരം and external trade, വിദേശ വ്യാപാരം അല്ലെങ്കിൽ അന്താരാഷ്ട്ര വ്യാപാരം എന്ന് പറയും. So let's see internal trade. Internal means within ആണ്. Internal trade, home trade or domestic trade means purchase and sale of goods within the country. ഒരു രാജ്യത്തിന് ഉള്ളിലാണ് നമ്മുടെ വാങ്ങുന്നയാളും വിൽക്കുന്നയാളും നിലകൊള്ളുന്നതെങ്കിൽ അതിനാണ് നമ്മൾ ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. ആ രാജ്യത്തിലെ നിയമവ്യവസ്ഥകൾ അനുസരിച്ചുകൊണ്ട് ആ രാജ്യത്തിലെ കറൻസി ക്രയവിക്രയത്തിന് ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യത്തിനുള്ളിൽ നടക്കുന്ന വ്യാപാരത്തെ നമ്മൾ ഇന്റേണൽ ട്രേഡ് അല്ലെങ്കിൽ ഹോം ട്രേഡ് എന്ന് വിളിക്കുന്നു. ഇന്റേണൽ ട്രേഡ് മേ ബി ഹോൾസെയിൽ ട്രേഡ് ഓർ റീറ്റെയിൽ ട്രേഡ്. ഇന്റേണൽ ട്രേഡിനെ നമുക്ക് ഡീല് ചെയ്യുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഹോൾസെയിൽ, റീറ്റെയിൽ എന്നീ രണ്ട് രീതിയിൽ തരംതിരിക്കാം. സോ ഹോൾസെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ മൊത്ത കച്ചവടം, റീറ്റെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ ചില്ലറ കച്ചവടം. എന്താണ് മൊത്ത കച്ചവടം അല്ലെങ്കിൽ ഹോൾസെയിൽ ട്രേഡ് എന്ന് നോക്കാം. ഹോൾസെയിലർ ഈസ് ദ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ദ പ്രൊഡ്യൂസർ ആൻഡ് റീറ്റെയിലർ. He purchases huge quantity of goods from producers and sells in small quantities to retailer. വലിയ അളവിൽ ഉൽപാദകരിൽ നിന്നും അല്ലെങ്കിൽ വിതരണക്കാരിൽ നിന്നും സാധനങ്ങൾ വാങ്ങുകയും
അവ റീറ്റെയിലേഴ്സിന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മിഡിൽ മെന്നിനെയാണ് നമ്മൾ ഹോൾസെയിലർ എന്ന് വിളിക്കുന്നത്. സോ ഹോൾസെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ വലിയ അളവിൽ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന കച്ചവടം. ഹോൾസെയിലേഴ്സിന്റെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ദേ ഡീൽ എ ലിമിറ്റഡ് വെറൈറ്റി ഓഫ് ആർട്ടിക്കിൾസ്. ചില സാധനങ്ങൾ മാത്രമേ ഹോൾസെയിലറുടെ കടയിൽ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അരിയുടെ ഹോൾസെയിലർ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ കടയിൽ മിക്കപ്പോഴും അരി മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ചിലപ്പോൾ ടൺ കണക്കിന് അല്ലെങ്കിൽ ലോഡ് കണക്കിന് അരി ഇദ്ദേഹം ഡീൽ ചെയ്യും. പ്രൊഡ്യൂസറെയും റീറ്റെയിലറെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് ഹോൾസെയിലർ. ഉൽപാദകരിൽ നിന്നും സാധനങ്ങൾ വാങ്ങി അത് ചില്ലറ കച്ചവടക്കാർക്ക് വിതരണം ചെയ്യുന്നത് ഹോൾസെയിലേഴ്സ് ആണ് എന്ന് ഓർമ്മിക്കുക. Then എന്താണ് റീറ്റെയിൽ ട്രേഡ്? റീറ്റെയിൽ ട്രേഡ് ഈസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. ചെറിയ അളവിൽ സാധനങ്ങൾ വാങ്ങുകയും അവയെ വീണ്ടും ചെറിയ അളവിലേക്ക് മാറ്റി ഉപഭോക്താക്കൾക്ക് വിൽക്കുകയും ചെയ്യുന്നതാണ് റീറ്റെയിൽ എന്ന് പറയുന്നത്. റീറ്റെയിലർ പർച്ചേസസ് ഗുഡ്സ് ഫ്രം ഹോൾസെയിലർ ആൻഡ് സെൽസ് ദം ടു അൾട്ടിമേറ്റ് കൺസ്യൂമർ. എ റീറ്റെയിലർ ഈസ് ദ ലാസ്റ്റ് ലിങ്ക് ഇൻ ദ ചെയിൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. വിതരണ ശൃംഖലയിലെ ഏറ്റവും അവസാനത്തെ കണ്ണി എന്ന് പറയുന്നത് റീറ്റെയിലർ ആണ്. സോ റീറ്റെയിൽ ട്രേഡ് മീൻസ് കസ്റ്റമേഴ്സുമായി ഏറ്റവും അധികം അടുത്ത് ബന്ധപ്പെടുന്നത് റീറ്റെയിലേഴ്സ് ആണ്. ഹോൾസെയിലറിൽ നിന്നും വാങ്ങുന്ന സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണം വിതരണം ചെയ്യുന്നത് റീറ്റെയിലേഴ്സ് ആണ്. റീറ്റെയിലേഴ്സ് സാധാരണഗതിയിൽ ഒട്ടുമിക്ക സാധനങ്ങളും സ്റ്റോക്ക് ചെയ്തിരിക്കും. സാധാരണ ആളുകൾക്ക് ആവശ്യമായ വസ്തുവകകൾ സ്റ്റോക്ക് ചെയ്യുന്നത് റീറ്റെയിലേഴ്സ് ആണ്. പക്ഷേ വലിയ അളവിൽ ഇവർ സ്റ്റോക്ക് ചെയ്യാറില്ല. ചെറിയ അളവിൽ മാത്രമേ റീറ്റെയിലേഴ്സ് സാധനം വാങ്ങാറുള്ളൂ. അവയെ വീണ്ടും സ്മോൾ ക്വാണ്ടിറ്റിയിൽ കൺസ്യൂമേഴ്സിന് വിതരണം ചെയ്യുന്നു. പൊതുവെ റീറ്റെയിൽ പ്രൈസ് ഹോൾസെയിൽ പ്രൈസിനേക്കാൾ കുറച്ച് അധികം ആയിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ദെൻ എന്താണ് എക്സ്റ്റേണൽ ട്രേഡ്? എക്സ്റ്റേണൽ ട്രേഡ് അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ് ഓർ ഇന്റർനാഷണൽ ട്രേഡ് മീൻസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ ടു കൺട്രീസ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടത്തെയാണ് നമ്മൾ എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. വാങ്ങുന്നവനും വിൽക്കുന്നവരും വ്യത്യസ്ത രാജ്യങ്ങളിലാണ് നിലകൊള്ളുന്നതെങ്കിൽ അതാണ് എക്സ്റ്റേണൽ ട്രേഡ്. അവിടെ നമ്മൾ ഫോറിൻ കറൻസിയാണ് വിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇന്റർനാഷണൽ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് നമ്മൾ ഗതാഗതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. എക്സ്റ്റേണൽ ട്രേഡ് മേ ബി ഇമ്പോർട്ട് ട്രേഡ്, എക്സ്പോർട്ട് ട്രേഡ് ഓർ എൻട്രി പോർട്ട് ട്രേഡ്. രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം 3 തരത്തിലാവാം. കയറ്റുമതി, ഇറക്കുമതി, കയറ്റുമതിക്ക് വേണ്ടിയുള്ള ഇറക്കുമതി. ഓരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇമ്പോർട്ട്. ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറക്കുമതി. ഇമ്പോർട്ട് ട്രേഡ് മീൻസ് പർച്ചേസിംഗ് ഗുഡ്സ് ഫ്രം എ ഫോറിൻ കൺട്രി. ഒരു വിദേശ രാജ്യത്ത് നിന്നും നമ്മൾ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇമ്പോർട്ട്. ദ പേയ്മെന്റ് ഈസ് ടു ബി മെയ്ഡ് ഇൻ ഫോറിൻ കറൻസി. ഏത് രാജ്യത്ത് നിന്നാണോ നമ്മൾ സാധനം വാങ്ങുന്നത് അവർക്ക് ആവശ്യമായ കറൻസിയിലായിരിക്കണം അതിന്റെ പേയ്മെന്റ് നടത്തുന്നത്, അല്ലെങ്കിൽ ഡോളറിലൊക്കെ ആയിരിക്കും പേയ്മെന്റ് നടത്തുന്നത്. ഇന്റർനാഷണൽ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഈസ് യൂസ്ഡ്. ഷിപ്പിലോ വിമാനത്തിലോ ഒക്കെ ആയിരിക്കും സാധാരണഗതിയിൽ ഗുഡ്സ് കൊണ്ടുവരുന്നത്. ഉദാഹരണത്തിന് ഇന്ത്യ പർച്ചേസ്ഡ് ഓയിൽ, ക്രൂഡ് ഓയിൽ ഫ്രം ഇറാഖ്. ഇറാഖിൽ നിന്നും ഇന്ത്യൻ കമ്പനി ക്രൂഡ് ഓയിൽ വാങ്ങുക. പർച്ചേസിംഗ് ഗുഡ്സ് ഫ്രം ഫോറിൻ കൺട്രി. ദെൻ എന്താണ് എക്സ്പോർട്ട് എന്ന് നോക്കാം. എക്സ്പോർട്ട് മീൻസ് കയറ്റുമതി. എക്സ്പോർട്ട് ട്രേഡ് മീൻസ് സെല്ലിംഗ് ഗുഡ്സ് ടു എ ഫോറിൻ കൺട്രി. ഒരു വിദേശ രാജ്യത്തിലേക്ക് നമ്മൾ സാധനങ്ങൾ വിൽക്കുകയാണെങ്കിൽ അതിനാണ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഏൺ ഫോറിൻ കറൻസി. രാജ്യത്തിന് വിദേശ നാണയം ലഭ്യമാക്കുന്നതിൽ എക്സ്പോർട്ട് ട്രേഡിന് വലിയ പങ്കുണ്ട്. ഇന്റർനാഷണൽ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഈസ് യൂസ്ഡ്. ഉദാഹരണം നോക്കുക. ഇന്ത്യ സോൾഡ് റബ്ബർ ടു നേപ്പാൾ.
നേപ്പാളിലേക്ക് ഇന്ത്യയിൽ നിന്നും റബ്ബർ വിൽക്കുക, കയറ്റുമതി ചെയ്യുക. Then end report. When goods are imported from a foreign country for export to other countries, it is known as end report rate. ഒരു രാജ്യത്ത് നിന്നും നമ്മൾ സാധനം ഇറക്കുമതി ചെയ്യുന്നു. അതിന്റെ ഉദ്ദേശം എന്താ? ആ വസ്തുക്കൾ മറ്റൊരു രാജ്യത്തിലേക്ക് കയറ്റുമതി ചെയ്യാനാണ്. അതിനാണ് കയറ്റുമതിക്ക് വേണ്ടിയുള്ള ഇറക്കുമതി എന്ന് പറയുന്നത്. Importing goods from a foreign country for the purpose of exporting the same to other countries. Indian firm importing goods from Germany and exporting it to Nepal is end report rate. ജർമ്മനിയിൽ നിന്ന് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് നേപ്പാളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ 3 രാജ്യങ്ങൾ അവിടെ ഇൻവോൾവ് ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് എൻഡ് റിപ്പോർട്ട് റേറ്റ്. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർമ്മിച്ചെടുക്കുക. ബിസിനസ് ഡിവൈഡ് ഇൻടു ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. കൊമേഴ്സ് എന്ന എലമെന്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. കൊമേഴ്സ് ഈസ് ഡിവൈഡഡ് ഇൻടു 2, ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ്. ട്രേഡ് മീൻസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. ട്രേഡ് ഡിവൈഡഡ് ഇൻടു 2 based on geographical area. Trade may be internal trade and external trade. Internal trade means trade that took place within the boundaries of a country. External trade means trade between countries. Then internal trade divided into 2, wholesale trade and retail trade. When buying and selling is in large quantity, that is wholesale trade, and buying and selling goods in small quantities, it is retail trade. External trade may be of 3 types: import, export, end report. When goods are purchased from a foreign country, it is import trade. Goods sold to a foreign country, it is export trade. Then importing goods for the purpose of exporting the same to other country, it is termed as end report trade. Then it is the time to test your understanding. Thank you for your cooperation. Thanks.